സജീവേട്ടാ എടുക്കണല്ലോ. നിക്ക് സജീവേട്ട നിക്ക്. അവിടെ നിന്നിട്ട് ഞാൻ അങ്ങനെ അറിയാം പിന്നെ എന്നെ നോക്കിയിട്ട് എവിടെ പോവായിരുന്നു? കഴിഞ്ഞ എടുത്ത കേശവനാണ് സമർപ്പണത്. ഒരു വടിയും കൂടെ ആണ്. ഇവിടെ ക്യാമറയ്ക്ക് നോക്കി. ആ ഓക്കെ. എന്നിട്ട് എടുത്തോളൂ. ഇത് ആരെ തല മാത്രമേ കാണുള്ളൂ, ബാക്കിലും എല്ലാം കാണാലോ. പോലെ ഒരു മിനിറ്റ്, എല്ലാവരും മൊബൈൽ ക്യാമറ ഇത് പിടിക്കുക. ഞാൻ നിൽക്കട്ടെ. ഇത് പിടിക്കുക. ഇത് പിടിക്കുക. അവർ നിൽക്കണേ. പോലെ ഒരു നേഴ്സ് ബാക്കിൽ ഞാൻ സൗകര്യം നമ്മളെ ഇവിടെ നിൽക്കണ്ടേ, പണി നിൽക്കണ്ടേ. അടുത്തേക്കുന്നുള്ളൂ. ഇവിടെ ഇവിടെ ലേശം ബാക്കിൽ കയറി നന്നായിട്ട് കിട്ടില്ലേ. മേഡം ഒന്ന് സേലിക്കുന്നത് നോക്കൂട്ടാ.
ഞങ്ങളുടെ മൂന്നാല് ഒരു മിനിറ്റ് നമ്മൾ 4 പേര് 4 പേര് ഇവരാണോ ആനേനെ വെച്ചത്? ആര് ആനേനെ സമർപ്പിച്ചത് അവരുടെ വക? അതെ. അയ്യോ, വീഡിയോ ഇതാണോ മോള് നിങ്ങൾ ആനയെ സമർപ്പിച്ചത്? അതെയാ. ഒരു ഫോട്ടോ എടുക്കാം. ഫുള്ള് നിലവളക്കാൻ വരുന്ന രാജ്യത്തുള്ളോ? ഇവരാണ് ആനേനെ കൊടുത്തിട്ടുള്ളത് കേട്ടാ. സെറ്റ് മുടി എടുത്ത് കൊടുക്കുന്നത്. ഞാനൊന്ന് ഓടിപ്പോയി വരാം. ഇവരാണ് ആനേനെ കൊടുത്ത ആൾക്കാർ. ഈ ആനേനെ സമർപ്പിച്ചത് ഇവിടെ. ഇതാണ് ഫാമിലി. അവർ ഇവരാണ് ഈ ചേച്ചി. ഇതൊന്ന് പിടിച്ച ഞാനൊന്ന് പിടിക്കും പിടിക്കും. വീഡിയോ അല്ലേ വീഡിയോ അല്ലേ എടുക്കാം. ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് കേശവൻ ആനേനെ സമർപ്പിച്ചവരാണ് എന്നോട് സംസാരിച്ചിരുന്നത്. അവരാണ്. ആ ചേച്ചി പറഞ്ഞത് എനിക്കല്ല, എല്ലാവർക്കും കൂടിയാണ് ഞാൻ സമർപ്പിച്ചത്. ഗുരുവായൂരപ്പൻ എൻ്റെ സ്വന്തമല്ല എന്ന് പറഞ്ഞു. സന്തോഷം അവർ വർത്താനത്തിനുണ്ട്. കവറില്ലേ? കവറില്ലേ? ഒരു കവർ ഇതായി. വടയും ചായയും ഉണ്ട്. ഇവിടെ ഉഴുന്ന് വടയും ചായയും കൊടുക്കണ്ട എല്ലാവർക്കും.
എനിക്കൊരു ബാഗ് മേടിച്ചതാണ് കേട്ടോ. ഒരു കവർ എനിക്ക് മേടിച്ചതാണ്. കവറൊന്നും എനിക്ക് മേടിച്ചതാണ്. കവറൊന്നും എനിക്ക് മേടിച്ചതാണ്. എനിക്കറിയില്ല ഇവിടെ എല്ലാവരും. അതെ ഫോട്ടോ എടുത്താ ഇതിലുണ്ട്. ചായയും ഉഴുന്നുവടയും കൊടുക്കുന്നുണ്ട് ഇവിടെ. ഇത് എല്ലാവർക്കും കൊടുക്കുന്നില്ല ഈ ബാഗ്? ബാഗ് എല്ലാവർക്കും കൊടുക്കണ്ട? ഇത് പണിക്കാർക്കുള്ളതാ. പണിക്കാർക്ക് ചെയ്ത് കൊടുക്കാ? കല്യാണം കൊടുത്താ? അല്ല, പണിക്ക് വേണ്ടിയിട്ട് വന്നപ്പോ അവർക്ക് കൊടുത്തതാണ്. ചോദിച്ചതാണ് കല്യാണത്തിന് കൊടുത്തതാണോ? അല്ലല്ല, ഒരു ഡ്രസ്സ് കൊടുത്തതാ? നമ്മുടെ നമ്മുടെ കേശവൻ കണ്ടില്ലേ എന്താ ഭംഗിയായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. ജീവുള്ള മാതിരി ഉണ്ടല്ലേ. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ചേച്ചി ഏട്ടനും നല്ലത് വരട്ടെ. അവർക്കെല്ലാം ഈശ്വര സന്തോഷ സമൃദ്ധി ഉണ്ടാവട്ടെ. ഇതാണ് മരപ്രഭു കേട്ടോ നമ്മുടെ. ഗുരുവായൂരിലെ മരപ്രഭു ഉള്ളത്. അതിൻ്റെ തൊട്ടാണ് നമ്മുടെ കേശവനെ ചെയ്തിട്ടുള്ളത്. ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു കേശവനാന. എല്ലാവർക്കും അറിയണ കഥയാണല്ലോ. ഗുരുവായൂരപ്പന് തടമ്പ് എടുത്തായിരുന്നാണ് എത്രയോ വർഷം. ഇതാണ് മരപ്രഭു. ഇതാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലം. അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെയാണ് ശ്രീവത്സം എന്ന സ്ഥലത്താണ് അതുള്ളത്. പഴംപൊരി ഉണ്ട്, വടയുണ്ട്, ചായ ഉണ്ട്. ക്ലാസ് കഴിക്കണ സുനിത രവി ഇവിടെ മമ്മിപുരം അമ്പലത്തിൻ്റെ വീട്. ചേച്ചി വീട് എവിടെയാ? അതെയാ, ശരി 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 ശരി. നന്നായിട്ടുണ്ട്. നല്ലൊരു ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ കൊടുത്തിട്ടുള്ളത്. എത്ര മക്കളുണ്ട് ചേച്ചിക്ക്? എത്ര മക്കളുണ്ട്? ഒന്നും കൂടെ നിൽക്കുമോ? ഒരു വീഡിയോയിലുണ്ട്. പറയൂ എത്ര മക്കളുണ്ട്? എനിക്ക് 2 പേര്. എന്താണ് മക്കളൊക്കെ? ആർക്കിടെക്റ്റാണ്. ഓ
ഒരാള് MBBS. എന്ന് മുടി ചേച്ചി കട്ട് ചെയ്തേക്കണു. ഞാൻ പഴനിപ്പം. ശരി ശരി, നന്നായി. ചേട്ടൻ്റെ പേര് ചേട്ടൻ്റെ പേരെന്താ? ചേട്ടൻ്റെ പേര് മണികണ്ഠൻ നായർ. നന്നായി വന്നിട്ടുണ്ട് കേട്ടോ, നന്നായി ചെയ്തിട്ടുണ്ട്. അല്ല, നമ്മൾ മനസ്സറിഞ്ഞ് ദൈവത്തിനെ നമ്മൾ ഗുരുവായൂരപ്പനെ നന്നായി വിശ്വസിക്കുന്ന ആൾക്കാരെ എന്തായാലും നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം വരുമല്ലോ. പിന്നെ ശില്പിയുടെ കഴിവ്. വളരെ സന്തോഷമായി കണ്ടപ്പോൾ ഇതിന് വരാൻ പറ്റിയെന്ന് സന്തോഷമുണ്ട്. അല്ല, കാണാൻ വലിയൊരു ഭാഗ്യം തന്നെ നമുക്കത് ചെയ്യാൻ പറ്റിയത്. വേറെ എന്തെങ്കിലും പറയാനുണ്ട് ചേച്ചിക്ക്? എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ, നല്ല ബുദ്ധി ചെയ്യിപ്പിക്കട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കട്ടെ, അതേ പറയാനുള്ളൂ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നല്ല മനസ്സിന് നന്ദി ചേച്ചി. ഹരേ കൃഷ്ണ, ഹരേ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ ഗുരുവായൂർ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ശരി ചേച്ചി, താങ്ക് യു വെരി മച്ച്. ഈ ചേച്ചിയാണ് ഈ ആനേനെ ഇഷ്ടപ്പെട്ട് കൊടുത്തത്. ചേച്ചിയും ചേട്ടനും കൂടിയിട്ട് ഗുരുവായൂർ കേശവന് നല്ല ഭംഗിയുണ്ട് കാണാൻ. കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട സമ്മാനമാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. എൻ്റെ കൃഷ്ണ ചേട്ടാ, എൻ്റെ കൃഷ്ണ. ഓക്കെ ഓക്കെ ഓക്കെ. ആ ചേച്ചിയാണ് സംസാരിച്ചത്. ഈ ആന ചിലപ്പോൾ ചെയ്ത് അവരുടെ വകയാണ് ഈ പ്രതിഷ്ഠ ഗുരുവായൂരപ്പന് വേണ്ടി ഇവിടെ ശില്പിച്ച് തീർത്തത്. അവരാണ് എന്നോട് സംസാരിച്ചത്. അവരുടെ നല്ല മനസ്സ് കാണണം. പളനി പോയി മുടിയൊക്കെ വെട്ടിയിട്ട് വന്നിട്ടുണ്ട് ചേച്ചി. ചേച്ചിയുടെ മനസ്സിൽ 2 മക്കളാണ് ചേച്ചിക്കുള്ളത്. NF കോളേജിൻ്റെ അവിടെയാണ് വീട്. ഗുരുവായൂരുകാർ തന്നെയാണ് അവർ, മമ്മിയൂർ ഗുരുവായൂരുകാർ തന്നെയാണ്. അവർക്ക് എല്ലാ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും കൊടുക്കട്ടെ. കണ്ണൻ്റെ വക എല്ലാ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അവർക്ക് മാത്രമല്ല, ലോകത്ത് ജീവിക്കുന്ന എല്ലാവരുടെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളൊക്കെ മാറ്റി കൊടുക്കട്ടെ. കണ്ണൻ അവരെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും നല്ലൊരു പ്രതിമ കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞാനും ഒരുപാട് ഹസ്ബൻഡാണ് ഈ നിൽക്കുന്നത്. ഗുരുവായൂരപ്പന് പ്രിയപ്പെട്ട തന്നെ അവർ കൊടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവർക്ക് എല്ലാ ഐശ്വര്യം ഉണ്ടാവണം അവരുടെ കുടുംബത്തിന്. ഫസ്റ്റ് ഒരു പ്രതിമ ഒരാൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് തൃപ്തിപ്പെടാത്തത് കൊണ്ടാണ് ഇനിയൊരു കേശവൻ ഉണ്ടാക്കി അതേമാതിരി ശില്പകരുത്ത് പറഞ്ഞ് ചെയ്തത്. എന്നാൽ ശരിക്കും കേശവൻ ആനമാരി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ആയിരിക്കാം അവർക്ക് ഇത്രയും നല്ലൊരു ദൈവത്തിന് ചെയ്യാൻ കഴിഞ്ഞത്, വേണ്ടി സമർപ്പിക്കാൻ കഴിഞ്ഞത്. വളരെ നന്നായിട്ട് കേട്ടോ നമ്മുടെ കേശവൻ ആനനെ കാണാൻ. എന്തോരം ഐശ്വര്യം എന്ന് പറയുമോ കാണാൻ. എല്ലാവരും ഗുരുവായൂർ വരുമ്പോൾ നമ്മുടെ കേശവനെ വന്ന് കണ്ടിട്ട് പോവുക. പുതിയ കേശവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഞാൻ പോകണം കേട്ടോ. ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി എൻ്റെ യൂട്യൂബിൽ ചാനലുണ്ട്. കണ്ണൻ്റെ പുതിയ ആന സമർപ്പണം. നമുക്ക് ഇതാണ് ഗുരുവായൂർ അമ്പലം. ഇന്ന് ഭയങ്കര തിരക്കാണെന്ന്, ഞായറാഴ്ചയാണ്. ഒരുപാട് തിരക്കുണ്ട് ഇവിടെ. എല്ലാവർക്കും ഒരു കഴിക്കാൻ ചായയും പഴംപൊരിയും ഉഴുന്നുവടയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും കഴിച്ചു. എല്ലാ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.